തീർച്ചയായും സ്ഥലവും സമയവും നിശ്ചയിച്ചാൽ മതി. കേരളത്തിലെ എംപിമാരുടെ പ്രവർത്തനത്തെ പറ്റി അറിയില്ലേ അദ്ദേഹത്തിന്? നമ്മുടെ കേരളത്തിലെ എംപിമാർ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ഈ പത്രസമ്മേളനങ്ങൾ ഇത്തവണ ആരംഭിച്ചപ്പോൾ എറണാകുളത്ത് വെച്ചാണെന്ന് തോന്നുന്നു, ഞാൻ ഇത്തവണ നമ്മുടെ എംപിമാർ പഴയ ലോക്സഭയിലെ മനോഭാവത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ് എന്നൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് UDF എംപിമാർക്ക് ഞാൻ നൽകിയിരുന്നു. അതിനിടയാക്കിയത് കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ചില കാര്യങ്ങളിൽ ഒന്നിച്ചു നിന്ന് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ കണ്ടതുകൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭയിൽ എംപിമാർ UDF എംപിമാർ സ്വീകരിച്ച നില തീർത്തും കേരള വിരുദ്ധമായ സമീപനമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് നന്നായി എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പാർലമെൻറ്റിൽ ഈ ഘട്ടത്തിലൊരു ചോദ്യം വരികയുണ്ടായി. ആ ചോദ്യം വളരെ വിചിത്രമായൊരു ചോദ്യമാണ്. അതിൽ രണ്ട് ഭാഗമുണ്ട്. ഒരു ഭാഗം പൊതുവിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് കാര്യങ്ങൾ അറിയിക്കുന്ന തരത്തിലുള്ളതാണ്. അതിലൊരു തെറ്റ് പറയാനില്ല. ഇവിടെ അതിദാരിദ്ര്യമുക്തം ആയതിനെപ്പറ്റി ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ അർത്ഥം നമ്മൾ അതിദാരിദ്ര്യമുക്തമായി എന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കലാണ് എന്നെടുക്കുക. ചോദ്യം ഇങ്ങനെയായിരുന്നു: കേരളം അതിദാരിദ്ര്യമുക്തമായി നവംബർ 1-ാം തീയതി പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ അറിഞ്ഞിരുന്നോ? അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഒരു തെറ്റ് പറയാനില്ല. കാരണം കേരളത്തിൻ്റെ ഒരു നല്ല കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനെ കൂടി അറിയിക്കാനുള്ളൊരു ശ്രമം എന്ന നിലയ്ക്ക് അതിനെ കാണേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തുടർച്ചയായി ചോദ്യം വന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്: കേരള സർക്കാർ അങ്ങനെ പ്രഖ്യാപിച്ചത് വഴി അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകൾ റദ്ദാക്കാനോ തുടരാതിരിക്കാനോ ഉള്ള സാധ്യതയുണ്ടോ? അപ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം? നമ്മൾ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ AY കാർഡുകൾ റദ്ദാക്കി കിട്ടുമോ? ഇതാണ്